LDF കൺവീനറും CPM നേതാവുമായ EP ജയരാജൻ BJPയിലേക്ക് ചേരുമെന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെ മുതിർന്ന CPM നേതാവ് EP ജയരാജനുമായി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് MPമാരും താനുമായി ചർച്ച നടത്തിയിരുന്നതായിട്ടാണ് കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ CPMന് ഒരു MP മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് മാത്രമല്ല CPM, CPI നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ എന്താണ് തെറ്റെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാ വിഷയങ്ങളും അവസാനിച്ചെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ സാന്നിധ്യത്തിൽ, അതായത് പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജനെ കണ്ടിരുന്നുവെന്ന് ദല്ലാൽ നന്ദകുമാറാണ് വെളിപ്പെടുത്തിയത്. തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവ്ദേക്കർ EPയോട് പറഞ്ഞു. പകരം SNC ലാവലിംഗ് കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്ത് തരാം എന്ന് ഉറപ്പ് കൊടുത്തുവെന്നും എന്നാൽ EP ജയരാജൻ ഇത് സമ്മതിച്ചില്ല എന്നുമായിരുന്നു ദല്ലാളിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച നടക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയം ചർച്ചയാകുമെന്നാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പ് അവലോകനവും നടക്കുന്നു. വിവാദം ഇപ്പോൾ പാർട്ടിയെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പാർട്ടി നേതാക്കൾക്ക് തന്നെ ഇപ്പോൾ ഇതിൽ നീരസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് EP ജയരാജൻ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ജാവ്ദേക്കർ തന്റെ മകന്റെ ആക്കുളത്തുള്ള ഫ്ളാറ്റിലെത്തി കണ്ടിരുന്നുവെന്നും രാഷ്ട്രീയം സംസാരിച്ചില്ലെന്നും വെറും സൗഹൃദ സന്ദർശനമായിരുന്നു എന്നായിരുന്നു EP ജയരാജൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയത്. EPയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രി ഇതിനെ പ്രതികരിച്ച് രംഗത്തെത്തുകയായിരുന്നു. EPയുടെ കൂട്ടുകെട്ട് ശരിയല്ലെന്ന്, പാപി ശിവനൊപ്പം കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് ചൊല്ല് ഉയർത്തുകയും ചെയ്തിരുന്നു. വിവാദം പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ വലിയ ചർച്ചയ്ക്ക് കാരണമായി. മിക്ക ഇടതു നേതാക്കളും ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. പ്രതിപക്ഷമാകട്ടെ BJP CPM ബന്ധവുമായി ഇതിനെ ചിത്രീകരിക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. BJPയിൽ ചേരാൻ EPയുമായി ചർച്ച നടത്തിയെന്ന BJP നേതാക്കളുടെ വെളിപ്പെടുത്തലുകൾ 2 ദിവസമായി പാർട്ടിയെ തന്നെ വെട്ടിലാക്കിയെന്നാണ് വിവരങ്ങൾ. EP നിരന്തരം വിവാദത്തിൽ തലയിടുന്നത് നേതാക്കൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ വിവാദം ആദ്യം പുറത്തുവിട്ടത് കോൺഗ്രസ് അധ്യക്ഷൻ K സുധാകരനായിരുന്നു. EP ജയരാജനാണ് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന സുധാകരന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇക്കാര്യം BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയായിരുന്നു. വിവിധ പാർട്ടികളിൽ അതൃപ്തരായവരുടെ വലിയ ഒഴുക്ക് ജൂൺ 4-ന് ശേഷം BJPയിലേക്ക് ഉണ്ടാകുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും വെളിപ്പെടുത്തിയത്. EP വിഷയം CPM സംസ്ഥാന സമിതിയിൽ വലിയ ചർച്ചയായി തന്നെ മാറിയേക്കുമെന്നാണ് വിവരങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.